കോഴിക്കോട് വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായിരിക്കുന്നു. വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിനടിയിലായി. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരും. ആദ്യം ദൃശ്യങ്ങൾ കാണാം അവിടുന്നുള്ളത്. കോഴിക്കോട് വിലങ്ങാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അഞ്ജന സുകുമാരൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, മുൻപ് ഉരുൾപൊട്ടൽ വരെ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ് ഈ വിലങ്ങാട് എന്ന് പറയുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി? എന്താണ് ഇപ്പോഴും മഴ തുടരുകയാണോ? എന്താണ് സംഭവിക്കുന്നത് അവിടെ? അക്ഷയ, വിലങ്ങാട് വനമേഖലയിലാണ് മഴ ഇപ്പോഴും ശക്തമായി തുടരുന്നത്. ഇന്നലെ രാത്രിയോടെ തുടങ്ങിയ മഴയാണ്. അത് പുലർച്ചെ വരെ ശക്തമായി തന്നെ തുടർന്നിരുന്നു. പിന്നീട് രാവിലെ അല്പസമയം ഒരു തോർച്ച ഉണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പിന്നീട് മഴ കനക്കുകയായിരുന്നു. ഇപ്പോഴും ശക്തിയായി മഴ ഈ മേഖലയിൽ പെയ്യുന്നുണ്ട്. 2024 ഉരുൾപൊട്ടലുണ്ടായി ഒരാൾ മരിക്കുക കൂടെ ചെയ്തൊരു സ്ഥലമാണ് വിലങ്ങാട്. മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ വലിയ ആശങ്കയിലാണ് ഇവിടെയുള്ളത്. ഇതിനോടകം തന്നെ അവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. വിലങ്ങാട് പാരിഷ് ഹാളിലാണ് ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഈ സമീപ മേഖലകളിലൊക്കെ തന്നെയുമുള്ള 93 കുടുംബങ്ങളെ ഈ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അത് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വിലങ്ങാട് പുഴയിൽ ക്രമാതീതമായ അളവിലാണ് വെള്ളം ഉയർന്നിരിക്കുന്നത്. വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയതായ ഒരു സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ പുഴയിലൂടെ ഒഴുകി വരുന്നത് മണ്ണും ചെളിയും കലർന്നിട്ടുള്ള വെള്ളമാണ്. വല്ലാത്ത ചെളിയുടെ മണം അവിടെ നിന്നും ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതൊരു ഉരുൾപൊട്ടലാണോ എന്നുള്ളൊരു സംശയം ഉടലെടുക്കുന്നത്. മലയുടെ മുകളിലാണ് അത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി നാട്ടുകാർ സംശയിക്കുന്നത്. ഈ പാലം വിലങ്ങാട് ഈ ടൗണിലുള്ള ഈ പാലം അത് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി പോയിട്ടുണ്ട്. ഏതായാലും ഈ സമീപത്ത് ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്നുള്ള ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടെങ്കിൽ തന്നെ സമയം രാത്രിയാവുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ നിലവിൽ? അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾക്കൊക്കെ തന്നെയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സമീപ മേഖലയിലുള്ള മഞ്ഞച്ചീനി, പാനോ മേഖലകളിലുള്ള ആളുകളെയാണ് ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഈ വിലങ്ങാട് പുഴയുടെ സമീപത്തുള്ള കൂടുതൽ ആളുകൾക്ക് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 10ഓളം കുടുംബങ്ങൾ അവരുടെ ഈ നിർദ്ദേശപ്രകാരം അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. 93 കുടുംബങ്ങളാണ് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിച്ചിരിക്കുന്നു. 10 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടുന്ന അവസ്ഥ വിലങ്ങാട് ഉണ്ടാകുന്നു. വനത്തിൽ ഉരുൾ പൊട്ടിയോ എന്നുള്ള സംശയമാണ് നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. മുൻപ് ഉരുൾപൊട്ടൽ 2 വർഷം മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ അവസ്ഥ കണ്ടിട്ട്, അതിന്റെ സ്വഭാവം കണ്ടിട്ടാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത്. എന്തായാലും വിലങ്ങാട് ടൗണിൽ നിന്നുള്ള പാലത്തിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മലവെള്ളപ്പാച്ചിൽ